നമസ്കാരം, ആതിര മിസ് ആണ് കേട്ടോ. എടാ, നമ്മൾ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഏത്? വിശകലന കുറിപ്പ്. അപ്പം വിശകലന കുറിപ്പ് എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം വിശകലന കുറിപ്പ് എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കണം എഴുതേണ്ടത്, ഏത് രീതിയിൽ എഴുതിയാലാണ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പഠിച്ചാലോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യം മിസ് പറഞ്ഞുതരാം. ഗദ്യഭാഗത്തെ ആശയം വിശകലനം ചെയ്യുക, സ്വന്തം നിലപാടും നിരീക്ഷണങ്ങളും വ്യക്തമാക്കുക, അനുയോജ്യമായ ഒരു ഘടന സ്വീകരിക്കുക, വാക്യത്തിന്റെ ഘടനയിൽ വ്യക്തത, ചിഹ്നം എന്നിവ കൃത്യമായി പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതുക. അക്ഷരത്തെറ്റില്ലാതെ എന്തായാലും എഴുതണം കേട്ടോ. അക്ഷരത്തെറ്റിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് വിചാരിക്കും, അയ്യേ ഈ കുട്ടി ഇത്തിരി വലുപ്പ് വെച്ചിട്ട് ഇതിന് അറിയൂലോ ഒന്നും, അങ്ങനെ പറയും. പിന്നെ ആരാ ഈ കുട്ടീനെ ആരാ മലയാളം പഠിപ്പിക്കണത്? എജുപൂട്ടിൽ ആതിര മിസ്, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന്. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു അവസരം വരുത്തില്ല എന്ന് മിസ്സിന് അറിയാം, എങ്കിലും മിസ് പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ബാലലീല, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലേ, പഠിച്ചിട്ടുള്ള ഒരു പാഠഭാഗമാണ്. ഒരു കുഞ്ഞു കവിതയാണ്. ആരുതാണ്? ബാലാമണി അമ്മയുടെ കുഞ്ഞു കവിതയാണ് അല്ലേ. ഈ കവിത സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യത്തെയാണ് വർണ്ണിക്കുന്നത്. അത് നമ്മൾ ആ ഒരു പാഠം പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കവിതാഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പം ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ? സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യം കുട്ടികൾക്ക് അനുഭവവേദ്യമാക്കുന്ന കവിതയാണ് ബാലലീല. ബാലലീല എന്ന ശീർഷകത്തിലൂടെ കളിക്കാനുള്ള കുട്ടികളുടെ അവകാശത്തെക്കുറിച്ച് ബാലാമണിയമ്മ സൂചന നൽകുന്നു. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ഇഷ്ടമുള്ളവരോട് കൂട്ടുകൂടാനും ഇഷ്ടമുള്ള കളികൾ കളിക്കാനുമുള്ള അസ്വാതന്ത്ര്യമാണ് കുട്ടികളെ വീർപ്പ് മുട്ടിക്കുന്നതെന്ന സന്ദേശം ഈ കവിത തരുന്നു. മുതിർന്നവരുടെ വിലക്കുകൾ മറികടന്ന് വളരുമ്പോഴാണ് കുട്ടികൾ സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യം നുകരുന്നത്. മഴവെള്ളത്തിൽ കളിച്ചും കളിവഞ്ചി ഒഴുക്കിയും മരത്തിൽ വലിഞ്ഞു കയറിയും ചളിയിൽ കിടന്നുരുണ്ടുമെല്ലാമാണ് അവർ ഈ മാധുര്യം ആസ്വദിക്കേണ്ടത് എന്ന് ബാലാമണിയമ്മ പറയുന്നു. അപ്പൊ മക്കളെ, എന്താണ് ഇപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്? എന്താണ്? യെസ്, ഒരു വിശകലന കുറിപ്പാണ് അല്ലേ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് വിശകലന കുറിപ്പ്. ഇത് നിങ്ങൾക്ക് എന്തായാലും എക്സാമിൽ വന്നിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മിസ്സിനെ ആലോചിക്കും, യെസ് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് നിങ്ങൾ തന്നെ പറയും. അപ്പൊ എന്തായാലും നന്നായിട്ട് പഠിച്ചിട്ട് പോവുക, ഒരു ടെൻഷന്റെ ആവശ്യമില്ല. എന്തായാലും നിങ്ങൾ എക്സാം എഴുതണമല്ലോ, അത് ടെൻഷൻ അടിക്കാതെ നല്ല കൂളായിട്ട് ഹാപ്പി ആയിട്ട് പോയി എഴുതി വരിക. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. മിസ്സിന്റെ ക്ലാസ്സിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും മക്കളെ, ബൈ.